യു.പി. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ ട്രോളി അഖിലേഷ് യാദവ്. യോഗിജിയുടെ വീടിന് താഴെ ശിവലിംഗമുണ്ട് എന്നാണ് അഖിലേഷ് യാദവിന്റെ വാദം. അതിന് തന്റെ പക്കൽ ധാരാളം തെളിവുകളും ഉണ്ടെന്ന് അഖിലേഷ് യാദവ് പറയുന്നു. ഇത് പറയുന്നതിന്റെ താല്പര്യം, ശംഭലിൽ ഓടി നടന്ന് സ്ഥലങ്ങൾ കുഴിക്കുകയാണ്. സ്ഥലങ്ങൾ കുഴിച്ച് പലതരം അവകാശവാദങ്ങളും വരുന്നുണ്ട്. ചിലതിപ്പം വിഗ്രഹം കണ്ടുപിടിക്കുന്നു, ചിലരുടെ തമ്പലങ്ങൾ കണ്ടുപിടിക്കുന്നു, അങ്ങനെ പല കാര്യങ്ങളും കണ്ടുപിടിക്കുന്നു. ഇതിനെയൊക്കെ പരിഹാസ രൂപേണ പരാമർശിച്ചുകൊണ്ടാണ് അഖിലേഷ് യാദവ് രംഗത്തേക്ക് വന്നിരുന്നത്. അദ്ദേഹത്തിന്റെ പ്രസ്താവനയ്ക്ക് വ്യാപകമായ മാധ്യമ ശ്രദ്ധയും ജനശ്രദ്ധയും കിട്ടുകയും ഉണ്ടായി. അനാവശ്യമായ കുഴികളിലൂടെ സമൂഹത്തിൽ സ്പർദ്ധ വരുത്താൻ യോഗിജിയും അദ്ദേഹത്തിന്റെ അഡ്മിനിസ്ട്രേഷനും ശ്രമിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലെ വ്യംഗ്യം. അഖിലേഷ് യാദവ് പറയുന്നത്, ഇങ്ങനെ ഓടി നടന്ന് കുഴിക്കുന്നത് യഥാർത്ഥത്തിൽ അവരുടെ ഭരണത്തിന്റെ പരാജയം മറച്ചുവെക്കാനും ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനും വേണ്ടിയുള്ളതാണ്. ശംഭലിൽ കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് ഈ നടത്തിയ സോക്കോൾഡ് ഖനനത്തിൽ ഒരുപക്ഷെ ലോകത്തിനെയും കണ്ടെത്താൻ ബാക്കിയൊന്നുമില്ല. 857 ഒരു സ്വാതന്ത്ര്യ സമരത്തോട് ബന്ധപ്പെട്ട കാര്യം കണ്ടെത്തി എന്ന് പറയുന്നു, ഒരു വലിയ കിണർ കണ്ടെത്തി എന്ന് പറയുന്നു, ഒരുപാട് വ്യത്യസ്ത പരിശുദ്ധ സ്ഥലങ്ങൾ കണ്ടെത്തി എന്ന് പറയുന്നു. അങ്ങനെ ഒരുപാട് ക്ലെയിമുകൾ വരുന്നുണ്ട്. പല ക്ലെയിമുകളും ശരിയായിരിക്കാം, തെറ്റായിരിക്കാം, ചിലത് അതിശോക്തിയായിരിക്കാം, ചിലത് മനഃപൂർവ്വം മീഡിയ ക്രിയേഷൻസ് വേണ്ടി ചെയ്യുന്നതായിരിക്കാം. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ സാധാരണ ജനങ്ങൾക്ക് വിശ്വാസമില്ല എന്നൊരു തിരിച്ചറിവ് അവിടുത്തെ ഭരണകൂടത്തിൽ ഉണ്ടാകുന്നത് നല്ലതാണ്. യഥാർത്ഥത്തിൽ നമ്മൾ അമ്പലങ്ങളെയും വിശ്വാസങ്ങളെയും വിഗ്രഹങ്ങളെയും നമ്മുടെ ചരിത്രത്തെയും ഹെറിറ്റേജിനെയും എല്ലാം ഈ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ ഇതെല്ലാം ഇങ്ങനെ കുഴിച്ചു നോക്കി ഇനി ഇതിനു വേണ്ടി ഫണ്ട് മാറ്റി ഇതിലേക്ക് പൂർണ്ണമായ ശ്രദ്ധ കൊണ്ടുവരുന്നത് ഒരു സംസ്ഥാന ഗവൺമെന്റിന്റെ പരാജയമാണ് എന്ന തിരിച്ചറിവ് പലപ്പോഴും നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് ഉണ്ടാകാറില്ല. ഒരു വിശ്വാസി എന്ന നിലയിൽ ശിവലിംഗം അടക്കമുള്ള കാര്യങ്ങൾ അങ്ങനെ കുഴിച്ചെടുത്തു എന്ന് പറയുന്നതും ശിവലിംഗത്തെ ആൾക്കാർ കളിയാക്കാൻ ഇടയാകുന്നതും വിഷമം തോന്നുന്നൊരു കാര്യമാണ്. കാരണം നമ്മളെല്ലാം പ്രാർത്ഥനാപൂർവ്വം കാണുന്നൊരു കാര്യമാണ് ശിവലിംഗം. അതിനെ ഇങ്ങനെ കോമഡിയാക്കുന്നതും അപഹാസ്യമാക്കുന്നതും ഒരു കാരണവശാലും യോജിക്കാൻ കഴിയാത്തൊരു കാര്യവുമാണ്. അങ്ങനെ യോഗി ആദിത്യനാഥിന്റെ ഈ നയ നിലപാടുകളെ ചോദ്യം ചെയ്തുകൊണ്ട് അഖിലേഷ് യാദവ് യോഗി ആദിത്യനാഥിന്റെ വീടിന്റെ താഴെ ശിവലിംഗമുണ്ടെന്ന് പറയുകയും അവിടെ കുഴിച്ചു നോക്കണം എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. തൃണമൂൽ കോൺഗ്രസിലെ ചില ആൾക്കാർ അമിത്ഷായുടെ വീട്ടിൻ്റെ താഴെ ശിവലിംഗം ഉണ്ടെന്നും അത് കുഴിച്ചു നോക്കണമെന്നും പറയുന്നുണ്ട്. ഞാനന്ന് 1-2 ദേശീയ മാധ്യമങ്ങൾ ഇവരോടൊപ്പം ചർച്ച ചെയ്തു. സമാജ്വാദി പാർട്ടിയുടെ ആൾക്കാർ പറയുന്നത് 3000 അങ്ങനെ പള്ളികളുടെ ലിസ്റ്റ് ഇവർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, അവിടെ എല്ലാം കുഴിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 3001 കൂടി ആയിക്കോട്ടെ, അത് യോഗിജിയുടെ വീട് കൂടി കുഴിച്ചു നോക്കണമെന്നുള്ളതാണ്. സർക്കാസ്റ്റിക് ആയിട്ട് പറയുന്നതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇങ്ങനെ കുഴിച്ചു നോക്കലിലല്ല, കാര്യങ്ങൾ ഉയർത്തി കെട്ടുന്നതിലാണ് ഒരു രാജ്യം മുമ്പോട്ട് പോകുന്നത്. ആ തിരിച്ചറിവ് നമ്മുടെ ഭരണാധികാരികൾക്കുണ്ടാകട്ടെ. ശിവലിംഗം നമ്മുടെ ആത്മീയമായ ഒരു കാര്യമാണ്, അതിനെ അപഹാസ്യമാക്കി മാറ്റരുത്. കാണുന്ന എല്ലായിടത്തും ശിവലിംഗമുണ്ട് എന്ന തെറ്റിദ്ധാരണ വേണ്ട. എല്ലാ പള്ളിയുടെയും താഴെ ശിവലിംഗമുണ്ട് എന്ന് വ്യാപകമായി പ്രചരിക്കുന്നത് പള്ളിയോടും ദോഷമാണ്, അമ്പലത്തോടും ദോഷമാണ്, ശിവലിംഗത്തോടും ദോഷമാണ്, ഈ രാജ്യത്തോടും ദോഷമാണ് എന്ന തിരിച്ചറിവ് നമ്മുടെ ജനങ്ങൾക്കുണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു.